Hello all, welcome back to our YouTube channel The Whole Kit and Cupboard. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് ടാരോ സ്പ്രെഡാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചേഞ്ചാണ് അല്ലെങ്കിൽ എന്ത് ഷിഫ്റ്റാണ് വരുവാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പ്രെഡാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിനായി നമ്മൾ 4 കാർഡുകളാണ് എടുക്കുന്നത്. അതിലാദ്യത്തെ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാസ്റ്റ് ഇൻഫ്ലുവൻസുകളെയാണ്. രണ്ടാമത്തെ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് സിറ്റുവേഷനെയാണ്. മൂന്നാമത്തെ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ത് ചേഞ്ചാണ് ഒക്ടോബർ മുതൽ നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരാൻ പോകുന്നത്. നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഈ ചേഞ്ച് നമ്മുടെ ലൈഫിലോട്ട് കടന്നു വന്നാൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും, അതാണ് നാലാമത്തെ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ള കാർഡ് ഇവിടെ 4 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. സോ ഇത് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ നിയർ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ആ ക്ലാരിറ്റിയിലോട്ട് അല്ലെങ്കിൽ ആ ഡിസിഷനിലോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾ മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം എക്സോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിലാണോ ക്ലാരിറ്റി വരുത്തേണ്ടിയിരുന്നത് അതിപ്പോഴും വരുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളോട് മൈൻഡ് ക്ലിയറാക്കി റെസ്റ്റ് എടുത്ത് ആലോചിക്കുവാനാണ് ഈ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു റെസ്റ്റിംഗ് ഫേസിനെയാണ് നമ്മുടെ 4 ഓഫ് വാണ്ട്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ്, അതായത് പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളത് 10 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. സോ ഇത് ഈ കാർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ഭാരം ചുമന്ന് ഒറ്റയ്ക്ക് നടക്കുന്നൊരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ ഒരു പാഷൻ്റെ പുറത്തെടുത്ത ഡിസിഷനോ അല്ലെങ്കിൽ ആക്ഷനോ കൊണ്ട് അതിൻ്റെ എല്ലാം ഭാരങ്ങളെല്ലാം ഒറ്റയ്ക്ക് എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെന്നാണ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ വന്നിട്ടുള്ള 10 ഓഫ് വാണ്ട്സ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി എന്ത് ഷിഫ്റ്റാണ് അല്ലെങ്കിൽ എന്ത് ചേഞ്ചാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒക്ടോബർ മാസത്തിൽ വരുവാൻ പോകുന്നതെന്ന് കിട്ടിയിട്ടുള്ള കാർഡ് നമുക്കിവിടെ ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് ഈ മാസം നിങ്ങളുടെ മുമ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരവസരം വരുമെന്നാണ് ഈ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ കാർഡിൽ കാണുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. മാത്രമല്ല ഈ 2 സ്പിങ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകാനായിട്ട് നിൽക്കുന്നത്. ഈ സ്പിങ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി, അല്ലെങ്കിൽ യിൻ യാങ് എനർജി എന്ന് പറയും നമ്മൾ. സോ ഇതിനൊറ്റയ്ക്ക് നമ്മുടെ വിൽ പവർ അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് ചാരിയറ്റ് മുന്നോട്ട് പോകുവാനാണ് പറയുന്നത്. അതായത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു അവസരം നമ്മുടെ മുമ്പിൽ വരും. ആ ഡിസിഷൻ നമ്മുടെ വിൽ പവർ അനുസരിച്ചിട്ട് എടുത്ത് ബാലൻസ് ചെയ്ത് പോകാനാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തിൽ വന്നു ചേരും. ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നമ്മുടെ വിൽ പവർ കൊണ്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അതെന്ത് ഔട്ട്കം കൊണ്ടുവരും എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. സോ ഇതിലെ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ വേഗത്തിൽ കുതിക്കുന്നൊരു കുതിരയുടെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വളരെ വൈബ്രൻറ്റും ഡെപ്തുമായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലോട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ വരുമെന്നാണ് പറയുന്നത്. സോ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ഷിഫ്റ്റാണ് ഒക്ടോബർ മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സോ നിങ്ങളെടുത്ത ഡിസിഷൻ വളരെ ചിന്തിച്ചും അതുപോലെ തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടിയിട്ടുമാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഷിഫ്റ്റായിരിക്കുമെന്നാണ് കാർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ നോട്ടിഫിക്കേഷൻ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.